നാവിന്റെ കെട്ടുകൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഈ രാത്രി റിമൂവ് ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്ത് മണക്കാല സെമിനാരിയിൽ ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറേറ്റ് ഉള്ള ഒരു അധ്യാപകൻ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളൊക്കെ എങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രസംഗിക്കുന്നു 2 മണിക്കൂർ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറേറ്റുള്ള? ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് എന്ത് വേണം പറയാം, എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കൊണ്ട് എല്ലാ ദൂതും തീരുക. നാവ് ബന്ധിക്കപ്പെട്ടിരിക്കുക ഡോക്ടറേറ്റുകാരൻ്റെ. ലോകപ്രശസ്തനായ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ട് ബസ് വരെ നിർത്തിയിട്ട് ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പണ്ട് ആ വാക്യവുമായിട്ട് ഞാൻ നിന്നായിരുന്നെങ്കിൽ 3 ദിവസമൊക്കെ കമ്പു, ഇപ്പൊ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് തീരുക ദൂത്. നാവ് ബന്ധിക്കപ്പെട്ടു. എന്റെ ടീമിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പ്രസിദ്ധനായ ഗായകനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, നീ ഫീൽഡ് ഔട്ട് ആയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല പണ്ടത്തെ പോലെ പെർഫോമൻസ് ചെയ്യാൻ. എന്താ? ബന്ധിക്കപ്പെട്ടു നാവ്. പിള്ളേരുടെ പുറകെ അലച്ചുകൊണ്ട് നടക്കാം, പക്ഷെ നാവ് ബന്ധിക്കപ്പെട്ടു. നീ അറിഞ്ഞില്ല. ഇന്ന് രാത്രി ആ കേട്ട് പരിശുദ്ധനെ പൂട്ടി. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞത്, ഏതോ പിടിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിശാച് ഒരാളുടെ നാവിനെ ബന്ധിക്കണമെങ്കിൽ, റോബർട്ട് പാസ്റ്റർ നാവിനെ സാത്താൻ കെട്ടണമെങ്കിൽ, റോബർട്ട് പാസ്റ്റർ നാവിനെ സാത്താൻ ഭയപ്പെടുന്നു. ശരിയല്ലേ? പുള്ളിയുടെ ഒക്കെ ബന്ധിക്കുക, ഞങ്ങളുടെ ഒന്നും ഒരു കുഴപ്പമില്ല. നിന്നെ പിശാചിനൊരു പേടിയില്ല. മണവും ഗുണവും ഇല്ലാത്ത നിന്നെ പുള്ളിയുടെ കൂടെ നിൽക്കുകയല്ലേ, പിന്നെ എന്ത് പേടിക്കാൻ? പിന്നെ എന്തിനാ ബന്ധിക്കാൻ ശ്രമിച്ചത്? അവന്റെ നാവ് അത്ര ശരിയല്ല. അവൻ നാവ് തുറന്ന കുഴപ്പമാണ്. തെളിവുണ്ടോ? ഉണ്ട്. പത്രോസ് എന്ന മുക്കുവൻ, അവന്റെ നാവ് റിലീസായതും തുറന്നതും 3000 എണ്ണത്തിനെ കെട്ടുപൂട്ടി. മുക്കുവനായ പീറ്ററിന്റെ നാവ് റിലീസായതും അമ്മയുടെ ഗർഭം മുതൽ ബന്ധിക്കപ്പെട്ടവൻ തുള്ളിച്ചാടുകയാണ്. മുക്കുവനായ പീറ്ററിന്റെ നാവ് റിലീസായതും മരിച്ച തബീത ഉയർത്തു വരുന്നു. മൊബൈൽ മോർച്ചറിന്റെ ചില്ലും പൊട്ടിച്ചോണ്ട് എഴുന്നേറ്റ് വരുന്നവൾ. ഐനിയാസ് എന്ന പക്ഷപാത രോഗി പൊങ്ങി വരികയാ. പീറ്ററെ, നിന്റെ നാവ് റിലീസായപ്പോൾ ഓർഡിനറി അല്ല, സഭയുടെ ചരിത്രം മാറിയ എക്സ്ട്രാ ഓർഡിനറി അത്ഭുതം. ഇപ്പോഴും കത്തിയില്ലേ? കേട്ടോ, നീ നാവ് തുറന്നാൽ പ്രവചിക്കേണ്ട നാവാ നിന്റെ നാവ്. വെളിപ്പാട് പറയേണ്ട നാവാ നിന്റെ നാവ്. ആരും പറയാത്ത വചനം പറയേണ്ട നാവാ നിന്റെ നാവ്. നിന്റെ നാവിൻ തുമ്പിൽ ഭൂതങ്ങൾ അഴിയേണ്ട നാവാണ്. നിന്റെ നാവിൻ തുമ്പിൽ നെയ്യാറ്റിൻകരയെ ചലിപ്പിക്കുന്ന നാവാണ് നിന്റെ നാവ്. പക്ഷേ ആ നാവിനെ കെട്ടിവെച്ചിരിക്കുന്ന സകല പൈശാചിക ശക്തികളെ